അവൻ മറുപടി പറഞ്ഞു, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഈ ഏറ്റവും എളിയവരിൽ ഒരുവന് നിങ്ങൾ ഇത് ചെയ്യാതിരുന്നപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്യാതിരുന്നത്. അവ ഇവർ നിത്യശിക്ഷയിലേക്കും നീതിമാന്മാർ നിത്യജീവനിലേക്കും പ്രവേശിക്കും. എൻ്റെ ചെല്ല മക്കളെ, നിങ്ങൾക്കെല്ലാം സുഖമാണോ? നിങ്ങളെല്ലാം ഹാപ്പി ആയിരിക്കണം. എൻ്റെ സ്നേഹ ബഹുമാനമുള്ള ലിയോ 14 മാർപ്പാപ്പ, എൻ്റെ സ്നേഹ ബഹുമാനമുള്ള എൻ്റെ പിതാക്കന്മാരെ, എൻ്റെ സ്നേഹ ബഹുമാനമുള്ള എൻ്റെ ചെല്ല നാട്ടുകാരുടെ എല്ലാ മക്കളുമേ, എൻ്റെ ചെല്ല നാട്ടിലെ എല്ലാ മക്കളും, യുവജനങ്ങളെ, എല്ലാ മക്കളുമേ, നിങ്ങൾ എല്ലാം സന്തോഷമായിരിക്കണേ. നിങ്ങളെല്ലാം ഹാപ്പി ആയിരിക്കണേ. നിങ്ങളെല്ലാം നല്ല അനുഗ്രഹമുള്ള മക്കളായിട്ട് ഇരിക്കണം. അമ്മ പ്രാർത്ഥിക്കുകയാണ് എൻ്റെ ചെല്ല മക്കൾക്ക് എല്ലാ രോഗങ്ങളും മാറി എല്ലാ നന്മകൾ നിങ്ങൾക്ക് നേർന്നു കൊള്ളുകയാണ്. എന്ന് വെച്ചാൽ ദുഃഖകരമായ ദുഃഖത്തിൻ്റെ ആ ഒരു നാളിൽ കൂടി നമ്മൾ കടന്നു പോകണം. കുരിശിൻ്റെ ആ വഴി പീഡാനുഭവങ്ങൾ എന്ന് വെച്ചാൽ അത്രയ്ക്ക് ഒരുപാട് പീഡനങ്ങളുണ്ട് നമുക്ക് കുടുംബജീവിതത്തിലായാലും എല്ലാ ജീവിതത്തിലും. എന്ന് വെച്ചാൽ എൻ്റെ സ്നേഹ ബഹുമാനമുള്ള എൻ്റെ മമുക്ക, എൻ്റെ ലാലേട്ടൻ, സിനിമാ താരങ്ങളെയൊക്കെ ഞാൻ വിളിക്കുകയാണ്. എന്നുവെച്ചാൽ അത് വിളിക്കാൻ കാരണം എന്ന് വെച്ചാൽ ഒരു കൊച്ചിന് ജീവൻ, ഒരു കൊച്ചിൻ്റെ അവയവം 4 പേർക്ക് കൊടുത്തപ്പം എൻ്റെ മമ്മൂക്കായും അത് സന്തോഷത്തോടെ അത് പറഞ്ഞു. എന്ന് വെച്ചാൽ ഒരു കൊച്ചിൻ്റെ ജീവൻ 4 പേർക്ക് അത് ജീവൻ അത്രയ്ക്ക് അത് വിലപിടിപ്പുള്ളതാണ്. ആ കൊച്ചു കാരണം 4 പേര് ജീവിതത്തിലോട്ട് വന്നു. അത് നമുക്ക് അഭിമാനിക്കാം, ഈ നാടിന് മൊത്തം. ആ അമ്മയ്ക്കും അപ്പനും അഭിമാനം കൊള്ളാം. എന്ന് വെച്ചാൽ അമ്മ ഇന്നലെ ഒരു കൊച്ചിൻ്റെ കഥ പറഞ്ഞു. ആ ഒരു കൊച്ചിൻ്റെ കഥ പറഞ്ഞ് നാട്ടിലെല്ലാ പാവങ്ങൾക്കും ഒരു പിടി അന്നം കൊടുക്കാൻ അത് പറ്റുകയാണെങ്കിൽ അതൊരു നല്ലൊരു പുണ്യമാണ്. അത് നമ്മൾ തടയിടാൻ പാടില്ല. അതൊരു കഥയാണ്. അതുപോലെ നമ്മളെ മനസ്സ് ആകണം. ആ അമ്മയും അപ്പനും ആ ഒരു കുഞ്ഞ് ജീവൻ്റെ ആ അവയവദാനം അവർ സന്തോഷത്തോടെ അത് സ്വീകരിച്ചു. നാട്ടിന് 4 മക്കൾക്ക് വേണ്ടി 4 മക്കൾ, ആ കുഞ്ഞ് ആ 4 പേരിൽ കൂടി അവർ ജീവിക്കും. അപ്പോൾ ആ ജീവൻ വിലയുണ്ട് മക്കളെ. അവർക്കത് സന്തോഷിക്കാൻ, ആ കൊച്ച് തന്ന ജീവൻ അവർക്കത് സന്തോഷിക്കാനുള്ള അപ്പോൾ അത് മോഹൻലാൽ സാറിനും മമ്മൂക്ക സാറിനും ഒക്കെ ഞാൻ സന്തോഷത്തോടെ ഞാൻ പറയാണ്. അവരെ ഞാൻ അത്ര അഭിമാനിക്കുകയാണ്. എന്ന് വെച്ചാൽ അവർ അത്ര സന്തോഷത്തോടെ ഈ പേപ്പറിൽ അത് അവരെ ആ കൊച്ച് ഇങ്ങനെ ചെയ്ത് അത് ആ വീട്ടിലുള്ളവരൊക്കെ നല്ല ഒരു പ്രശംസ, അത് നല്ല ഒരു ഇതായിരുന്നു. എനിക്ക് അത് സന്തോഷം തോന്നിയത് പേപ്പർ വായിച്ചപ്പോഴേ ആ കൊച്ചിൻ്റെ ജീവൻ ആ മാതാപിതാക്കൾ കൊടുക്കാൻ സന്മനസ് തോന്നി. അതാണ് ഏറ്റവും നല്ല അവിടെ എടുത്തു പറയേണ്ട കാര്യങ്ങൾ ചില മക്കളെ. അപ്പോൾ അതുപോലെ അമ്മ ഇന്നലെ അതിലൊരു കഥയും പറഞ്ഞു. അപ്പോൾ ആ കഥ കൊണ്ട് പാവങ്ങൾക്ക് ആഹാരം കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ ഒരു പാവപ്പെട്ടവനാണോ കൊടുക്കേണ്ടതില്ല. എല്ലാ പാവങ്ങൾക്കും പിതാവിൽ കൂടി ആഹാരം കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ, പിതാവിൽ കൂടി വൈദ്യരിൽ കൂടി കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ അത് നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ പുണ്യമാണ്. ഇതിൽ കൂടി പറയണം, വൈദ്യരിൽ കൂടി ആർക്കെങ്കിലുമൊക്കെ ആഹാരം കൂടി അത് ഏറ്റവും വലിയ ഭാഗ്യമാണ്. അത് അമ്മയുടെ തലയിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അത് അമ്മയ്ക്ക് ഒഴിവാക്കി വയ്ക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ അമ്മയ്ക്കത് എല്ലാം വാങ്ങി, എല്ലാവരെയും നിന്നും വാങ്ങി അത് പാവങ്ങൾക്ക് കൊടുക്കാൻ പറ്റും. ഇവിടെ ഒരാൾക്കും 2 പേർക്കൊക്കെയാണ് ഒളിച്ച് അങ്ങനെ കൊടുക്കാൻ പറ്റുമില്ല. എല്ലാവരും നമ്മളെ ഈ പള്ളിയിൽ പറഞ്ഞ എല്ലാവരും ഒന്നുപോലെയാണ്. ഇവിടെ ഒരുപാട് പാവങ്ങളുണ്ട്. എന്ന് വെച്ചാൽ രോഗങ്ങളായി കിടക്കണവർക്കുണ്ട്. അവർക്ക് ജോലി ചെയ്യാൻ വയ്യ, ഒരുപടി ആഹാരത്തിന് നിവർത്തിയില്ലാത്ത ഒരുപാട് പേരുണ്ട്. രോഗികളായി കിടക്കുന്ന വീടുകളിൽ ആഹാരം കൊടുക്കുവാൻ വൈദ്യർ കൂടിയൊക്കെ ചെയ്യുവാൻ ഈ പള്ളിയിൽ, അതാണ് ഞാൻ വിളിച്ചു വരുത്തുന്നത്. എല്ലാ രോഗികളും പള്ളിയിൽ വരും. പള്ളിയിൽ വന്നാലേ അവർക്ക് കത്തോലിക്ക സഭയിലായിരിക്കണവർക്ക് വൈദ്യരിൽ കൂടിയുള്ള സഹായങ്ങൾ കിട്ടും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ വരിയെന്ന് ഞാൻ വിളിക്കുന്നത്. എല്ലാ മക്കളും പള്ളിയിൽ വരും. പാവങ്ങൾക്കുള്ള സഹായം വൈദ്യരിൽ കൂടി അത് കൊടുക്കുവാൻ തന്നെ അമ്മ ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടിയാണ് അമ്മ ഇത്രയും ജീവൻ നഷ്ടപ്പെട്ടിട്ടായാലും എന്തൊരു സംഭവിച്ചിട്ടായാലും അമ്മ അതിന് മുന്നോട്ട് തന്നെ പോണത്. ഭർത്താവിൻ്റെ പീഡനങ്ങൾ എനിക്ക് കിട്ടണുണ്ട്. എന്ന് വെച്ചാൽ നാട്ടിൽ ഓരോരുത്തരും എൻ്റെ ഭാര്യ എന്തിനാണ് ചെയ്യണമെന്നൊക്കെ കേൾക്കുമ്പോൾ വീട്ടിൽ വന്ന് എന്നെ അടിക്കണുണ്ട്. എന്നെ ഇത്രയും വർഷം കൊണ്ട് അടിക്കാത്ത ഭർത്താവ് എന്നെ അടിച്ചു. അത്രയും ക്രൂശിൻ്റെ പീഡനങ്ങൾ അമ്മ അനുഭവിച്ചു. ഇപ്പോൾ പതുക്കെ സംസാരിച്ചുകൊണ്ടിരുന്ന ഭർത്താവ് തേയ്യെന്ന് സംസാരിക്കണം. അപ്പോൾ അതൊക്കെ നല്ലൊരു കാര്യത്തിന് വേണ്ടിയാണ് ഞാൻ ഇറങ്ങിത്തിരിച്ചത്. അപ്പോൾ അതെനിക്ക് കിട്ടുന്നത് ഒരുപാട് പീഡനങ്ങളാണ് എൻ്റെ ഭർത്താവിൽ കൂടി. അപ്പോൾ ഭർത്താവും എന്നെ മാനസിക രോഗിയാക്കി. ഇപ്പോഴും പറയാണ്, ഈ യൂട്യൂബിൽ കൂടെ നീ എന്തെങ്കിലും ഇടുകയാണെങ്കിൽ തന്നെ ഞാൻ കൊണ്ട് പിടിച്ചുകൊണ്ട് ആശുപത്രി കൊണ്ടുവിടും. അത്രയ്ക്ക് ഒന്നും അറിഞ്ഞുകൂടാ ഭർത്താവിന് ഇതെന്താണ്, എന്തിലോട്ടാണ് പോണേന്ന്. പക്ഷേ
അമ്മ ഒരു നല്ലൊരു കാര്യത്തിന് വേണ്ടിയാണ് കാലെടുത്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ അത് നല്ലൊരു പ്രവർത്തനം, അത് നടന്നേ പറ്റൂ. പാവങ്ങൾക്ക് ആഹാരം കൊടുക്കണം, അത് ഏറ്റവും ഏറ്റവും വലിയ അത് സന്തോഷത്തോടെ അമ്മയ്ക്ക് കൊടുക്കാൻ, അത് അമ്മയെ കൊണ്ട് അമ്മേരെ കൂടി കൊടുക്കും, വൈദ്യരിൽ കൂടി കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ അത് അവർക്ക് വിലയും ഉണ്ടാവും. അവർക്ക് അത് അവർക്കും സിസ്റ്റർക്കും ഒക്കെ അത് ഒരു അനുഗ്രഹമാകും. വൈദ്യർക്ക് സിസ്റ്റർക്ക് അത് ഒരു അനുഗ്രഹമായി തീരും. എന്ന് വെച്ചാൽ അങ്ങനെയാണ് മക്കളെ നമ്മളെ കത്തോലിക്ക സഭ ഇപ്പം നേരിടുന്ന പ്രതിസന്ധികൾ. എല്ലാ മക്കളും നിങ്ങൾ കൈതരുക, ഈ പാവപ്പെട്ട അമ്മയ്ക്ക് വേണ്ടി കൈതരുക എല്ലാ മക്കളും. എന്ന് വെച്ചാൽ എങ്ങോട്ട് നിങ്ങൾ അത് വെളിയിലോട്ടല്ല കൊടുക്കാനുള്ളത്, എല്ലാം ഇതിലോട്ട് നിങ്ങൾ തരുമ്പോൾ അത് അവർ പിതാവിൽ കൊണ്ട് ഏൽപ്പിക്കണം. എനിക്ക് ഏൽപ്പിക്കേണ്ടതാണ്. അപ്പോൾ ഏൽപ്പിച്ച് അത് സത്യസന്ധമായി അവരിൽ കൂടിയെല്ലാം നിറവേറ്റേണ്ടതുണ്ട്. എൻ്റെ നാട് അത് അറിയണം. അതാണ് അമ്മ മുഖമിട്ട് പറയണം. ഇനി അമ്മ ഒളിച്ചിരിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ചില മക്കളെ എല്ലാവരും എന്ത് ചെയ്യണം, ഇത് 40 ദിവസത്തെ ഈ ഉപവാസം എന്ന് പറഞ്ഞു വയ്ക്കണില്ലേ, എല്ലാവരും ഉപവാസം എടുത്തേ പറ്റൂ. ഒരു ദിവസം ഒരു നേരം ആഹാരം മാറ്റി വെച്ച് എല്ലാ മക്കളും അത് ഉപവാസം എടുത്ത് നിങ്ങൾക്ക് ആ ഒരു ദിവസത്തെ ഒരു ദിവസത്തെ നിങ്ങൾ ചില മക്കൾ ഹോട്ടലിൽ നിന്ന് കഴിക്കുന്ന ആഹാരം ഒക്കെ 3 നേരം അങ്ങനെയൊക്കെയുള്ള മക്കൾ ആ ഒരു നേരത്തെ പൈസയൊക്കെ എല്ലാം ഈ യൂട്യൂബിലൂടെ ഇടാം മക്കളെ. എല്ലാ മക്കൾക്കും സഹായിക്കാം. എല്ലാവരും ഒരു നേരത്തെ അന്നത്തിൻ്റെ ആഹാരത്തിൻ്റെ പൈസ എല്ലാ മക്കൾക്കും ഇതിൽ കൂടി എന്ത് ചെയ്യാം, സഹായിക്കാം. എല്ലാ സഹായങ്ങളും അമ്മേരെ ഇതിൽ കൂടെ വൈകിട്ടേ മക്കളെ, എല്ലാ സഹായം. അപ്പോൾ പാവങ്ങൾക്ക് ഇവിടെ ഈ നമ്മളെ പള്ളിയിലും അത് സത്യസന്ധമായി അവർ വേണ്ട എന്ന് പറഞ്ഞെങ്കിൽ പോലും അമ്മ ക്ഷമിക്കുക. അമ്മ എന്തെങ്കിലും തെറ്റായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിച്ചേക്കണേ മക്കളെ. എന്ന് വെച്ചാൽ ഇപ്പം നൊയമ്പ് സമയമാണ്. ഒരു പാവപ്പെട്ടവനല്ല ഇത് ന്യായം കിട്ടാനുള്ള, എല്ലാ പാവപ്പെട്ട വ്യക്തികൾക്കും ന്യായം കിട്ടണം. ഇവിടെ കിട്ടിയ 1-2 പേർക്ക് കിട്ടും. അപ്പോൾ ഇത് ബാക്കിയുള്ളവർക്ക് കിട്ടാതെ പോകും. അതുകൊണ്ടാണ് അമ്മ ഇങ്ങനെ വൈദ്യരിൽ കൂടി കൊടുക്കുമ്പോൾ അത് എല്ലാവർക്കും ആഹാരമായിട്ട് എല്ലാ വീടുകളിലും വയ്യാതെ രോഗികളായിട്ട് കിടക്കുന്ന വീടുകളിൽ ആഹാരത്തിന് നിവർത്തിയിൽ കിടക്കുന്ന വിധവകൾ, ആരും നോക്കാനില്ലാത്തവർക്ക് ഇവർക്കൊക്കെ ആഹാരം വൈദ്യരിൽ കൂടി പിതാവിൽ കൂടി വൈദ്യരിൽ കൂടിയൊക്കെ കൊണ്ട് എത്തിക്കണം. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നല്ല കാര്യങ്ങൾ നല്ല രീതിയിൽ നമുക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് വളരാൻ പറ്റും, കത്തോലിക്ക സഭയ്ക്ക് വളരാൻ പറ്റും. നമുക്ക് എല്ലാവർക്കും അതുകൊണ്ട് ഒന്ന് ചേർന്ന് നിൽക്കാം മക്കളെ, ഒന്നായി കൈതരുക നിങ്ങളെല്ലാവരും. ഈ കരുണയുടെ സഹായം നിങ്ങളെല്ലാ മക്കളും ഈ 40 ദിവസത്തെ നിങ്ങൾ ഉപവാസം എടുക്കുക. ഇവിടെ ഉപവാസം ആരെങ്കിലും എടുക്കണമെന്ന് നെടുവാമ്പള്ളിയിലുള്ള അച്ഛനാണ് ഞായറാഴ്ച പൂജ നടത്തി. കൈപൊക്കാൻ വരുമ്പോൾ ആരും പൊക്കിയില്ല, 1-2 പേരെ പൊക്കിയുള്ളൂ. ഈ അമ്മ തൊട്ട് 1-2. അപ്പോൾ എല്ലാവരും ഉപവാസിക്കുക. ഉപവാസം അത് നല്ലതാണ്. നമ്മളെ രോഗങ്ങൾ മാറും, നമുക്ക് ഉള്ള പ്രയാസങ്ങൾ മാറും. നമുക്ക് ഓരോരോ പീഡനങ്ങളുണ്ട്. അമ്മ ഇത് അനുഭവിക്കുകയാണ്. അമ്മ ഇവിടെ ഇത്രയും ദിവസം തുറന്ന് കൂടുതൽ ദേഷ്യം, അടി, ഈ പീഡനങ്ങളെല്ലാം കിട്ടണം. അത് യൂട്യൂബിൽ സംസാരിക്കണോണ്ടൊക്കെയാണ് ഇടണോണ്ട്. ഇനി എന്തിനിടണം? പക്ഷേ ഞാനൊരു നല്ല കാര്യത്തിനാണ് ഇടുന്നത്. അതുകൊണ്ട് പാവങ്ങൾക്ക് വേണ്ടി നല്ല കാര്യം ചെയ്യാൻ പറ്റുകയാണെങ്കിൽ, അമ്മയെ കൂടി അത് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അമ്മ അത് മടിച്ചിരിക്കണോ? ഇനി ഇരുന്നാൽ അത് പറ്റൂല. അമ്മയുടെ കഴിവുകൾ അത് കാണിച്ചേ പറ്റൂ. അതുകൊണ്ട് ആണ് അമ്മ ഇത് ഇത്രയും ധൈര്യമായിട്ട് എന്ത് സംഭവിച്ചാലും അമ്മ ഇത് ദിവസവും ശകല നേരമെങ്കിലും യൂട്യൂബിൽ നിങ്ങളുടെ മുമ്പിൽ എൻ്റെ ചെല്ല മക്കളെ നിങ്ങൾക്കെല്ലാ അനുഗ്രഹങ്ങളും അമ്മ നേരുകയാണ്. സമാധാനവും സന്തോഷവും ഒക്കെ നിങ്ങൾക്ക് കുടുംബജീവിതത്തിൽ കിട്ടണമെങ്കിൽ നിങ്ങൾ ദൈവവചനമായി വചനം നിങ്ങളെ ഹൃദയത്തിൽ വരണം. നമ്മൾ ആ വചനം എന്ന് വെച്ചാൽ നിങ്ങൾ ആഹാരം കൊടുക്കണം, ഇതൊക്കെ ഇതിൽ തരുമ്പോഴും ഇത് വൈദ്യരിൽ കൂടിയാണ് അത് കൊടുക്കണം. അപ്പോൾ അത് നമുക്ക് നല്ലൊരു അനുഗ്രഹമുള്ള നമുക്ക് ഈ 40 ദിവസവും നല്ല അനുഗ്രഹമുള്ള ദിവസങ്ങളാക്കാം. ഈ വചനം നമ്മളെ ഹൃദയത്തിൽ ആഴമായി നമുക്ക് പതിയുമ്പോഴാണ് നമുക്ക് ഓരോ രോഗസൗഖ്യമില്ല. അമ്മയ്ക്ക് വന്നത് അങ്ങനെയാണ്. 40 ദിവസം ഈ പള്ളിയിൽ പിടിച്ചുകൊണ്ടിരുത്തിയിട്ട് പറഞ്ഞു, നീ നിൻ്റെ സ്വത്തുക്കളെല്ലാം എഴുതി കൊടുക്കണം. അമ്മ പറഞ്ഞു കൊടുക്കാമെന്ന് തന്നെ പറഞ്ഞു, കൊടുക്കൂല എന്ന് അമ്മ ഒരിക്കലും പറഞ്ഞില്ല. അങ്ങനെ ഓരോ ദിവസവും ഓരോ വചനം കൊണ്ടായിരുന്നു മക്കളെ. അപ്പോൾ അമ്മയുടെ വചനം അതനുസരിച്ച് പറഞ്ഞു, ശത്രുക്കളോട് നീ മിണ്ടണം. അമ്മ പറഞ്ഞു അമ്മയ്ക്ക് ഒരു ശത്രുതയില്ല, ആരോടെങ്കിലും പിണക്കമുണ്ടോ? അമ്മയ്ക്ക് ആരോടെയും പിണക്കമില്ല. അമ്മ ഇപ്പം അമ്മ ഇങ്ങനെയൊക്കെ പറഞ്ഞെന്നും പേടിപ്പിച്ചെന്നൊക്കെ പറഞ്ഞവരോട് അമ്മ വിളിച്ചാൽ മിണ്ടും മക്കളെ. അമ്മയ്ക്ക് ഒരു പിണക്കവുമേ ഇല്ല. എന്ന് വെച്ചാൽ ശത്രുക്കളോടെയും മിണ്ടണമെന്നാണ്. വചനമാണ് അമ്മ മനസ്സിൽ നമ്മളെ ഹൃദയത്തിൽ വരേണ്ടത്. അമ്മയ്ക്ക് എല്ലാവരുടെയും സ്നേഹമാണ്. ആരോടെയും വിരോധമുണ്ടോ? ഇല്ല. അത് ഒരു കൊച്ചിൻ്റെ കഥ പറഞ്ഞ് ഒരുപാട് മക്കളെ ജീവൻ പാവങ്ങൾക്ക് ആഹാരം കൊടുക്കാൻ അമ്മയെ കൊണ്ട് പറ്റുകയാണ്. അതിന് നിങ്ങൾ തടസ്സം നിൽക്കാൻ പാടില്ല. അതാണ് അമ്മയ്ക്ക് ആഗ്രഹം. ഇതിപ്പോൾ ഒരു കൊച്ചിൻ്റെ ജീവൻ കൊടുത്ത് 4 പേർക്ക് ജീവൻ കൊടുത്തപ്പോൾ നാടിന് വന്ന സന്തോഷം, അതാ ഈ അമ്മയ്ക്കും പേപ്പറിൽ വായിച്ചപ്പം കേട്ട സന്തോഷം. അങ്ങനെയാണ് മക്കൾ. അതാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വരേണ്ടത്. നമ്മളൊരു കൊച്ച് നഷ്ടപ്പെട്ടതല്ല, നമ്മൾ ആ കൊച്ചിൻ്റെ ഇത് നമ്മൾ കൊടുത്തപ്പോഴാണ് നമ്മൾ ദൈവത്തിൽ ഏറ്റവും കൂടുതൽ ഉയർന്ന ആളായി തീർന്നത്. ആ അമ്മയും അപ്പനും നല്ല സ്നേഹമുള്ള നാട്ടിൽ നല്ല മക്കളായി തീർന്നത് അപ്പോഴാണ്. ഒരു കുഞ്ഞു വഴി അവർ അത് ചെയ്യാൻ മനസ്സ് കിട്ടി അവർക്ക്. ആ കുഞ്ഞു വഴി 4 പേരെ ജീവനിൽ കൂടി ആ കുഞ്ഞ് ജീവിക്കും.
അതാണ് മക്കളെ സത്യം. അത് നമ്മൾ ലോകം എല്ലാം അറിയേണ്ടിയുണ്ട്. ഈ അമ്മയും അങ്ങനെയുള്ള അവയവദാനമൊക്കെ അമ്മയും എഴുതി വെക്കും. അമ്മയുടെ ഓരോരോ അവയവങ്ങളും ഓരോരുത്തർക്ക് ദാനം കൊടുക്കാൻ കരുതി അമ്മയും എഴുതി വെക്കും. എന്ന് വെച്ചാൽ അതിനു വേണ്ടി ഇറങ്ങുമ്പോൾ അതിനു വേണ്ടിയുള്ള ഇതെല്ലാം നമുക്ക് വരും. നമ്മളെ മനസ്സിൽ അങ്ങനെ ചെയ്യണമെന്നുള്ള ഇത് നമുക്കും ഉണ്ടാവും. എൻ്റെ ചില മക്കളുകളെ, എൻ്റെ സ്വരം കേൾക്കണ എല്ലാ മക്കളുകളും സന്തോഷമായിരിക്കണേ, ഹാപ്പി ആയിരിക്കണേ. നിങ്ങളെല്ലാം കരുണയുടെ സഹായം ചെയ്യണം. ഗൾഫിലിരിക്കണ മക്കൾ തൊട്ട് എല്ലാവരും മടിച്ചിരിക്കരുത്. എല്ലാവരും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ജോലികൾ ചെയ്യുക. ചെയ്യാതിരുന്ന നമുക്ക് ആ കുടുംബം നമുക്ക് ജീവിക്കാനൊന്നും നമുക്ക് പറ്റുകയില്ല. നമുക്ക് ദാരിദ്ര്യവും നമുക്ക് കഷ്ടമൊക്കെ വരും. അപ്പം നമ്മൾ ഇപ്പോഴേ ജോലി ചെയ്യുമ്പോൾ നമുക്ക് ആരോഗ്യം ഇല്ലാത്ത സമയം നമുക്ക് ജീവിക്കാൻ പറ്റും. അതുകൊണ്ട് നിങ്ങൾ മടി പിടിക്കാതെ എല്ലാ ഗൾഫിലെ മക്കളും എല്ലാവരും അവരവർക്ക് ചെയ്യാൻ പറ്റുന്ന ജോലികളെല്ലാം നിങ്ങൾ ചെയ്ത് ആ കുടുംബം, നിങ്ങളെ വീട്, നിങ്ങളെ മക്കൾ നിങ്ങൾ സ്നേഹിക്കുക. എന്തെങ്കിലും ആരെങ്കിലും പറയണ കേട്ടുകൊണ്ട് ഇങ്ങനെ ചാടി ദേഷ്യവും അടിക്കാനും ഒക്കെ പോയാൽ നമുക്ക് കുടുംബജീവിതമാണ് തരണം. പക്ഷെ അമ്മ ക്ഷമിക്കുകയാണ്. ഇതേപോലെ ക്ഷമിച്ച് വേണം മക്കളെ. ഈ കുടുംബജീവിതം എന്ന് പറയുമ്പോൾ ഇതുപോലെ ക്ഷമയുണ്ട്. അപ്പോൾ എൻ്റെ ഭർത്താവും എന്നോട് പറയാം, നീ ഇറങ്ങിപ്പോ, നിന്നെ എനിക്ക് വേണ്ട, നിന്നെ നെടുവാമ്പളയിൽ കൊണ്ടിടാൻ പോകണമെന്നൊക്കെ പറയാം. അപ്പോൾ ഇങ്ങനെ പറഞ്ഞാൽ നമ്മൾ ക്ഷമിച്ച് നമ്മളെ ഭർത്താവിൻ്റെ കൂടെ നമ്മൾ കൂടെ നിന്ന് നമുക്ക് ജീവിക്കുമ്പോഴാണ് നമുക്ക് കൂടുതൽ അനുഗ്രഹങ്ങൾ കിട്ടുന്നത്. അതുപോലെ നിങ്ങൾക്ക് ക്ഷമിക്കാനുള്ള മനസ്സും ഇതെല്ലാം നിങ്ങൾക്കും കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ ചില മക്കളെ ഞാൻ വയ്ക്കുകയാണ്.